ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐസ്ക്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഫ്ലോപ്പായി പോയിട്ടുള്ള കേക്ക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു പുതിയൊരു ഐറ്റംസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാനിതാ ഇവിടെ ഒരു നല്ല മോയിസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. ഞാനിത് 2 എഗ്ഗ് വെച്ച് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ്. അത് ഈ ഒരു ബൗളിലേക്ക് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ നല്ല മോയിസ്റ്റും അതുപോലെ തന്നെ ബീറ്ററൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ ഒക്കെ റെസിപ്പി ചെയ്തിരുന്നു. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ കേക്ക് നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ കേക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിൽക്ക് മെയ്ഡിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കുട്ടികളൊക്കെ കഴിക്കുന്ന ന്യൂട്രല ഉണ്ടല്ലോ, അത് ചേർത്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ന്യൂട്രല ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് മിൽക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ നമുക്കൊരു ബോൾസ് പോലെ ആക്കിയെടുക്കാൻ കഴിയണം. ഇനി നമുക്ക് ഈ ഒരു ഐസ്ക്രീം കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ബൗൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്കത് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഫുഡ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ബട്ടർ പേപ്പർ ആയാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ അലൂമിനിയം ഫോയിൽ ആയാലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും വെച്ച് നമ്മൾ നന്നായിട്ട് കവർ ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു ബൗളിൻ്റെ താഴ്വശത്തായിട്ട് ഒരു 1/2 ഇഞ്ച് കനത്തിൽ കുറച്ച് കേക്ക് ക്രംസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കട്ടിയിൽ തന്നെ നമ്മൾ ഈ കേക്ക് ക്രംസ് ഇട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഐസ്ക്രീംസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഐസ്ക്രീം ഒട്ടും തന്നെ പുറത്തേക്ക് കാണാത്ത വിധത്തിൽ വേണം കേക്ക് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ താഴ്വശം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതുപോലെ തന്നെ 4 സൈഡ്സുകളും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ 4 സൈഡ്സുകളും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഫ്രീസറിൽ നിന്ന് എടുത്തേ പാടാണ് ഐസ്ക്രീം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഐസ്ക്രീം ചേർക്കുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിൽ, അത് ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രീമി ടെക്സ്ചറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്തെന്ന് വെച്ചിട്ട് വല്ല കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാനും സെറ്റ് ചെയ്തെടുക്കാനും കുറച്ച് പ്രയാസമായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള കേക്ക് ക്രംസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നമ്മളൊരു കുനാഫൊക്കെ തയ്യാറാക്കുന്ന ഏകദേശം ആ ഒരു മെത്തേഡിലാണ് ഞാൻ ഈ ഒരു ഐസ്ക്രീം കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും തന്നെ എയർ കടക്കാത്ത രീതിയിൽ നമ്മൾ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം ഒരു 5-6 മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനിത് തുറന്നു നോക്കുകയാണ്. നമ്മൾ സൈഡ്സിലും അതുപോലെ തന്നെ മുകൾ വശത്തും വെച്ചിട്ടുള്ള റാപ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ റാപ്പ് വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബൗളിൽ നിന്ന് കേക്ക്സ് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ട് കേക്ക്സ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം കേക്കാണ് ഇത്. നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഐസ്ക്രീമോ വെച്ചിട്ട് കേക്ക്സൊക്കെ കവർ ചെയ്തെടുക്കുന്ന പോലെ കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ഡെക്കറേഷൻസ് മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 3-4 സ്കൂപ്പ് ഐസ്ക്രീം വെച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഞാൻ ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മളൊക്കെ വിചാരിക്കും ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയായി പോവില്ലേ, കഴിക്കാൻ കഴിയുമെന്ന്. പക്ഷെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ക്രീമി ടെക്സ്ചറിലുള്ള ഈ ഒരു ഐസ്ക്രീം കേക്ക് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മാത്രമല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.